ഇനി ജിദ്ദയിലേക്ക് പോവാം. ജലീൽ കണ്ണമംഗലം ചേരുന്നുണ്ട്. ജലീൽ, ഗുഡ് മോർണിംഗ്. ജലീൽ, ഇപ്പം ഇന്നലെ ഖമനായി പറയുന്നുണ്ടായിരുന്നു GCC രാജ്യങ്ങളിലൊക്കെ തന്നെ മിലിറ്ററി ബേസുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രവർത്തനം നിർത്തണം, ആക്രമണത്തിനുള്ള സാധ്യതകളുണ്ട്, ഞങ്ങൾ മനഃപൂർവ്വമായി അവിടെയൊന്നും ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളൊരു സൂചന കൂടിയാണത്. ഇന്നിപ്പോൾ എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി? ഗുഡ് മോർണിംഗ് സ്മിത, ഹാഷ്മി. സൗദിക്ക് നേരെ ഓരോ ദിവസവും കഴിയുന്തോറും ആക്രമണം ശക്തമാകുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ മാത്രം സൗദിക്ക് നേരെ ഉണ്ടായത് 57 തവണ ഡ്രോൺ മിസൈൽ ആക്രമണ ശ്രമങ്ങളാണ്. 55 ഡ്രോണുകളും 2 മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണ ശ്രമം ഉണ്ടായി. കിഴക്കൻ പ്രവിശ്യ ഷൈബ എണ്ണപ്പാടം, അതോടൊപ്പം തന്നെ അൽഖർജിലെ അമേരിക്കൻ സൈനിക താവളമായ പ്രിൻസ് സുൽത്താൻ എയർബേസ് തുടങ്ങിയവയ്ക്കൊക്കെ നേരെ കഴിഞ്ഞ രാത്രിയിൽ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായി. അമേരിക്കൻ താവളങ്ങളും സാമ്പത്തിക സ്രോതസ്സുകളും ഒക്കെ ലക്ഷ്യമാക്കിയാണ് ആക്രമണങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇതുവരെ സൗദിക്ക് നേരെ 277 തവണ ആക്രമണങ്ങൾ ഉണ്ടായി. ഇതിൽ 247 ഡ്രോണുകളും 30 മിസൈലുകളും ഉപയോഗിച്ചാണ് ആക്രമണ ശ്രമം ഉണ്ടായത്. എല്ലാം സൗദി പ്രതിരോധ സേന തകർത്തു. ജനങ്ങൾക്ക് സൗദി സിവിൽ ഡിഫൻസും അതോടൊപ്പം തന്നെ ആഭ്യന്തര മന്ത്രാലയമൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം സൗദി ദേശീയ എണ്ണ കമ്പനിയായ സൗദി അറാംകോ യുക്രൈനിൽ നിന്ന് ഈ ഡ്രോൺ പ്രതിരോധ സംവിധാനം വാങ്ങുന്നു എന്ന രീതിയിൽ ഒരു പ്രചാരണം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇത് സൗദി അറാംകോ തള്ളി. കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല എന്നാണ് അറാംകോ അറിയിക്കുന്നത്. റാസ് തന്നൂറ എണ്ണ പ്ലാന്റ്, അതോടൊപ്പം തന്നെ റുബൽ ഖാലിയിലെ ഷൈബ എണ്ണപ്പാടം, ഇവയ്ക്കൊക്കെ നേരെ നിരന്തരം ആക്രമണം ഉണ്ടായിരുന്നു. ഇതെല്ലാം സൗദി അറാംകോയുടെ ഉള്ളതാണ്. അതേസമയം കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സൗദിയിലെത്തി. ജിദ്ദയിലെത്തി അദ്ദേഹം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി കൂടിക്കാഴ്ച നടത്തി. നമുക്കറിയാം, സൗദിയും പാകിസ്ഥാനും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധ കരാർ നിലവിലുണ്ട്. സൗദിക്ക് നേരെ എന്ത് ആക്രമണം ഉണ്ടായാലും അത് പാകിസ്ഥാന് നേരെയുള്ള ആക്രമണമായി കണക്കാക്കി ഒരുമിച്ച് നേരിടും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ, ഈ നിലവിലുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ചർച്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. സൗദിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മാർക്കറ്റിൽ വിലക്കയറ്റമോ അതോടൊപ്പം തന്നെ സാധനങ്ങളുടെ ലഭ്യത കുറവോ ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ ജബലലി ഉൾപ്പെടെയുള്ള പോർട്ടുകളുടെ പ്രതിസന്ധി സ്വാഭാവികമായിട്ടും അത് സൗദിയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ബദൽ നീക്കം സജീവമാക്കുകയാണ് ഇപ്പോൾ സൗദി. ജിദ്ദയിലുള്ള, അതായത് സൗദിയുടെ പടിഞ്ഞാറൻ മേഖലയിലുള്ള ജിദ്ദ, യാംബു തുറമുഖങ്ങൾ വഴി ചരക്ക് നീക്കാനുള്ള കണ്ടെയ്നർ സ്വീകരിക്കാനും അതോടൊപ്പം തന്നെ കയറ്റിയാക്കാനുള്ള സംവിധാനമാണ് സൗദി ഇപ്പോൾ ചെയ്യുന്നത്. അത് സൗദിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് മാത്രമല്ല, മറ്റു ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കണ്ടെയ്നറുകൾ ഈ ജിദ്ദ, യാംബു തുറമുഖങ്ങൾ വഴി സ്വീകരിക്കാനും മറ്റു ഗൾഫ് രാജ്യങ്ങളുടെ കണ്ടെയ്നറുകൾ മറ്റു പുറം രാജ്യങ്ങളിലേക്ക് കയറ്റിയാക്കാനും ഈ തുറമുഖങ്ങൾ വഴി കയറ്റിയാക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. നിലവിലുള്ള പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് രാജ്യത്തെ ഗതാഗത മേഖലയിൽ കൂടുതൽ ജാഗ്രത പാലിക്കാനും അതോടൊപ്പം തന്നെ സജ്ജീകരണങ്ങൾ വർദ്ധിപ്പിക്കാനും സൗദി ചേംബേഴ്സ് ഫെഡറേഷൻ ട്രാൻസ്പോർട്ട് കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ സുസജ്ജമായിരിക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട്. വിവിധ അതിർത്തി കവാടങ്ങൾ വഴിയുള്ള ചരക്ക് നീക്കത്തിന് കൃത്യമായ തൊഴിൽ പദ്ധതി തയ്യാറാക്കണം. അതോടൊപ്പം തന്നെ പ്രതിസന്ധി ഘട്ടങ്ങളിലും ട്രാൻസിറ്റ് സേവനങ്ങൾക്കും കൂടുതൽ ട്രക്കുകൾ തയ്യാറാക്കി വെക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം നമുക്കറിയാം, വിശുദ്ധ റമദാൻ അവസാനിക്കാൻ ഇപ്പോൾ അവർ അവസാന 10ലാണ് ഉള്ളത്. റമദാനിൽ മക്കയിലേക്കും മദീനയിലേക്കും ഉംറ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്നൊരു സാഹചര്യം സാധാരണ എല്ലാ വർഷവും വർദ്ധിക്കാറുണ്ട്. പക്ഷേ ഈ വർഷം GCC രാജ്യങ്ങളിൽ നിന്നോ വിദേശ രാജ്യങ്ങളിൽ നിന്നോ ഉള്ള കുവൈറ്റ് ഈ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ആള് കൂടുന്നതൊക്കെയുള്ള ചില നിയന്ത്രണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇക്കുറി അങ്ങനെ ആവണം. കാര്യം ആ മേഖലയിലൊക്കെ സംഘർഷഭരിത സാഹചര്യമാണ്. സംഘർഷഭരിത സാഹചര്യങ്ങളിൽ ആഘോഷങ്ങൾക്കൊക്കെ വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടാവും, അത് സ്വാഭാവികവുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.